സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നോക്കിയപ്പോൾ അവൾ അഹങ്കാരിയായി, കാശായി. എന്തായാലും നമ്മളെല്ലാം സാഹചര്യമനുസരിച്ചാണ് മാറുള്ളൂ. അങ്ങനെ എല്ലാവരും പെട്ടെന്നൊന്നും മാറത്തൊന്നുമില്ല. ഞാൻ ജീവിതത്തിൽ പഠിച്ചൊരു പാഠമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒരാളാൽ ചതിക്കപ്പെടുവാണെന്ന് മനസ്സിലാക്കിയാൽ അപ്പോൾ അവിടുന്ന് മൂവ് ഓൺ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്ത്, ഓരോ ചാൻസസ് കൊടുത്ത് പിന്നീടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ഒരാളുടെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ. കാട് കയറി പോകും. ഇപ്പം നിങ്ങൾ കേട്ട ഈ വോയിസ് എന്ന് പറയുന്നത് കുഞ്ഞാറ്റ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട യൂട്യൂബ് വീഡിയോയിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഈ തീരുമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്, പെട്ടെന്ന് എടുത്ത തീരുമാനമൊന്നുമല്ല. അതുപോലെ തന്നെ നമ്മൾ ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും ചാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് ആരും മാറത്തോ ഒന്നും തന്നെയില്ല. അത് അവർക്കൊരവസരമാണ്. ഒരൊറ്റ തവണ ചതിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഒരിക്കലും അവരെ ക്യാരക്ടർ മാറാനേ പോകുന്നില്ല. ഈ ഒരു കാര്യമാണ് ഇപ്പോൾ കുഞ്ഞാറ്റ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കുഞ്ഞാറ്റ പറയുന്നത് അമലിനെ കുറിച്ചാണ്. അമൽ കുഞ്ഞാറ്റയെ ചതിച്ചു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതിനു മുമ്പ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതൊരു പെൺകുട്ടിയായിട്ട് അമൽ ചാറ്റ് ചെയ്യുന്നത് തനിക്ക് ആ പെൺകുട്ടി അയച്ചു കൊടുത്തെന്നും അത് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഉറപ്പിക്കുന്ന രീതിയിലാണ്, കുഞ്ഞാറ്റയെ ചതിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പറയുന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.